കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ തൻ്റെ സ്വന്തം മകളാണെന്ന് തിരിച്ചറിഞ്ഞ് കൃഷ്ണയെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുണ്ടോ സിത്താര. മോളെ, ഇത്രയും നാളും അമ്മ നിന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ, നീ എൻ്റെ സ്വന്തം മോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കൃഷ്ണയെ ചേർത്ത് പിടിച്ച് കൃഷ്ണയുടെ നെറ്റിയിലേക്ക് ഉമ്മ കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് നേരെ ചെല്ലുന്നത് ശ്രീനിവാസൻ്റെ അരികിലേക്ക്. ആരോഗ്യ ചേർന്ന് നമ്മൾ തെറ്റിക്കാനായിട്ട് കള്ളക്കഥകൾ എൻ്റെ മുമ്പിൽ പറഞ്ഞു. അത് കേട്ടിട്ട് ഞാനിതെല്ലാം വിശ്വസിച്ച് നിങ്ങൾ രണ്ടുപേരും തെറ്റിദ്ധരിച്ചു പോയി. സോറി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുവാണ് കേട്ടോ ശ്രീനിവാസിൻ്റെ മുമ്പിൽ ചെന്ന്. അങ്ങനെ സിത്താരയുടെ വാക്കുകൾ കേൾക്കുന്നതും ശ്രീനിവാസ് പറയണേ, നമുക്കതെല്ലാം മറക്കാൻ സിത്താരാം. താൻ പ്രസവിച്ച നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് എനിക്ക് ആ സമയം മറ്റൊരു മാർഗ്ഗമില്ലായിരുന്നു. ആ കൊല്ലാൻ വന്ന കൊലയാളികളുടെ മുമ്പിൽ നിന്നും കൃഷ്ണമോളെയും കൊണ്ട് ഞാൻ ഓടിപ്പോകുമായിരുന്നു. അങ്ങനെ പിന്നീട് ഞാൻ ആ കുഞ്ഞിനെ തങ്കത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. തങ്കം സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞിനെ ഇത്ര നാൾ നോക്കി വളർത്തി ഈ നിലയിലെത്തിച്ചത്. സിത്താര, ഇനിയുള്ള കാലം നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം. നമുക്ക് നമ്മുടെ മോൾക്കൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങാം. താൻ ഉണ്ടാവില്ല എൻ്റെ കൂടെ. അങ്ങനെ പറഞ്ഞ് സിത്താരയുടെ കയ്യിലിങ്ങനെ പിടിച്ച് സന്തോഷത്തോടെ അവർ പരസ്പരം നോക്കി നിൽക്കുവാണ്. ഈ സമയം പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് എണീക്കുവാണ് കേട്ടോ തങ്കം അങ്ങനെ മാഡം മാഡം എന്നും പറഞ്ഞ് ഞെട്ടി എഴുന്നേൽക്കുവാണ്. അന്നേരം ശ്രീനിവാസ് വണ്ടി നിർത്തണേ. എന്തു പറ്റി? എന്താ ശാന്തി, എന്തേലും സ്വപ്നം കണ്ടോ നീ? അന്നേരം തങ്കം പറയണേ, അത് പിന്നെ നമ്മൾ സിത്താര മാഡത്തെ കണ്ട് എല്ലാ സത്യങ്ങളും മാഡത്തോട് ഞാൻ തുറന്നു പറയുന്നതായിട്ട് കണ്ടു. എല്ലാം കേട്ടറിഞ്ഞപ്പോൾ മാഡം കൃഷ്ണമോളെ ചേർത്ത് പിടിച്ചു. സ്വന്തം മോളാണെന്നും പറഞ്ഞ് അവളെ നെഞ്ചോട് തീർത്തു. മോളെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിച്ചു. മാത്രമല്ല, സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് സാറിനോടും ദേഷ്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതാണ് ഞാൻ കണ്ടത്. നടക്കാൻ പോകുന്ന കാര്യം ദൈവം എനിക്ക് നേരത്തെ മുൻകൂട്ടി കാണിച്ചു തന്നതായിരിക്കും അല്ലേ സാറേ? അന്നേരം അതൊക്കെ കേട്ടിട്ട് ശ്രീനിവാസ് പറയണേ, തങ്കം, നീ വെറുതെ ആവശ്യമില്ലാതെ അങ്ങ് സ്വപ്നം കാണുകയും വിചാരിക്കുകയൊന്നും വേണ്ട. ചിലപ്പോൾ ഇതിനെല്ലാം വിപരീതമായിട്ടായിരിക്കും അവിടെ സംഭവിക്കുന്നതെങ്കിലോ. നമ്മൾ ചെന്ന് കാണാൻ പോകുന്നതേ സിത്താരേനെയാണ്. സിത്താര ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പോലും പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ അവൾ പ്രതികരിക്കണം എന്നില്ല. എന്താണെങ്കിലും ശാന്തയുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത പ്രതീക്ഷകളൊന്നും വേണ്ട, പിന്നീട് നിരാശയായിരിക്കും ഫലം. അന്നേരം തങ്കം പറയണേ, ഇല്ല സാർ, എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാം തിരിച്ചറിയുന്ന സിത്താര മാഡം കൃഷ്ണമോളെ ചേർത്ത് പിടിക്കും. സാറിനോടുള്ള ഇതുവരെ ഉണ്ടായ എല്ലാ ദേഷ്യവും മാറും. സാറിനെ മനസ്സിലാക്കും. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മാഡം തിരിച്ചറിയും സാർ. ശാന്തിയുടെ മനസ്സിൽ അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ അതെനിക്ക് മാറ്റാനൊന്നും പറ്റില്ല. എന്നാണെങ്കിലും അങ്ങോട്ട് ചെല്ലും പറയാം അവിടെ എന്താണ് സിത്താരയുടെ പ്രതികരണമെന്നും ശാന്തിയുടെ ഈ സ്വപ്നം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ പറഞ്ഞ് ശ്രീനിവാസ് വണ്ടി എടുക്കുവാണ്. അങ്ങനെ സിത്താരയുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ വണ്ടി നിർത്തുവാണ് കേട്ടോ. അന്നേരം ശ്രീനിവാസ് പറയണേ, എന്നാൽ ശാന്തി കൃഷ്ണയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ല്, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അല്ല, അതെന്താ സാറ് വരുന്നില്ലേ? ഇല്ല, സിത്താര എനിക്കറിയാവുന്ന കാര്യമൊന്നും അല്ലല്ലോ. സിത്താരയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടതും സത്യങ്ങൾ പറയാൻ ശ്രമിച്ചതുമാണ്. അന്നേരം അയാളിൽ നിന്നുണ്ടായ പ്രതികരണം എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. തൽക്കാലം ഞാൻ വരുന്നില്ല. പിന്നെ മോള് അമ്മയുടെ കാണാനും അമ്മയുടെ അരികിൽ നിൽക്കാനും അമ്മയൊന്ന് കെട്ടിപ്പുണരാനും ഒക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അച്ഛനറിയാം. മോളുടെ ആഗ്രഹങ്ങളൊന്നും അച്ഛനൊരിക്കലും തടയില്ല. പകരം സിത്താരക്ക് മോളോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പ് മോൾക്ക് സിത്താരയെ പരിചയമുണ്ടാകും. അഹങ്കാരിയായിട്ടും കരുണ കാണിക്കുന്നവരായിട്ടും ഒക്കെ സിത്താര മോളുടെ മുമ്പിൽ വന്നിട്ടും ഉണ്ടാകും. പക്ഷേ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴുള്ള സിത്താരയുടെ പ്രതികരണം എങ്ങനെയാണെന്നറിയില്ല. എന്താണെങ്കിലും നിങ്ങൾ ചെല്ല്. സിത്താര നമുക്ക് അനുകൂലമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നതെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി, ഞാൻ വന്നോളാം. അങ്ങനെ കൃഷ്ണയും കൂട്ടി തങ്കം സിത്താരയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം സിനി പുറത്തേക്ക് വരുമായിരിക്കും കേട്ടോ. അങ്ങനെ കൃഷ്ണയെ കാണുന്നതും സന്തോഷത്തോടെ കൃഷ്ണയുടെ അരികിലേക്ക് എത്തുക. കൃഷ്ണേ, എത്ര നാളായി കണ്ടിട്ട്, സുഖമല്ലേ നിനക്ക്? പെട്ടെന്ന് തങ്കത്തിനെ കാണുന്നതും സിനി ചോദിക്കുന്നുണ്ട്. കൃഷ്ണയെ കാണുന്നത് സിത്താര മാഡത്തിന് ഇഷ്ടമോ? പക്ഷേ നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങളെ കാണുന്നത് മാഡത്തിന് തീരെ ഇഷ്ടമല്ല എന്നറിയില്ലേ? എന്നിട്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അന്നേരം കൃഷ്ണ പറയണേ, അല്ല സിനി, അതൊക്കെ വിടും. സിത്താര മാഡം ഉണ്ടോ അകത്ത്? ഉണ്ട്, കുറച്ചു മുമ്പ് പുറത്ത് പോയിരുന്നു. ഇപ്പോൾ കുറച്ചു മുമ്പാണ് വന്നത്. വന്നപ്പോൾ മുതൽ ആകെ ഡിസ്റ്റർബായിട്ട് ആളിരിക്കുന്നത്. റൂമിലുണ്ട്. അന്നേരം തങ്കം പറയണേ, മോളെ കൃഷ്ണേ, നീ ചെല്ല് നിൻ്റെ അമ്മയെ വിളിക്ക്. നിൻ്റെ പെറ്റമ്മയല്ലേ, നിനക്കുള്ള അതിനുള്ള അധികാരമുണ്ട്. ചെല്ലുമോളെ. അങ്ങനെ കൃഷ്ണയെ അകത്തേക്ക് പറഞ്ഞു വിടുവാണ്. അങ്ങനെ തങ്കത്തിൻ്റെ കൃഷ്ണയുടെ സംസാരമൊക്കെ കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ്ടോ സിനി. അല്ല, നിങ്ങളെന്താ പറഞ്ഞത്? കൃഷ്ണയുടെ പെറ്റമ്മയാണ് സിത്താര മാഡം എന്നോ? അതെ, സിത്താര മാഡം പ്രസവിച്ച മോള് തന്നെയാണ് കൃഷ്ണ. അത് കേട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടലോട് കൂടി നിൽക്കുവാണ്ടോ സിനി. ഈ സമയം സിത്താരയാണെങ്കിൽ തലയിൽ ഇങ്ങനെ കൈയും പിടിച്ച് എന്തൊക്കെ ആലോചിച്ച് അവിടെ ബെഡിലിരിക്കുമായിരിക്കും. അന്നേരം കൃഷ്ണ സന്തോഷത്തോടെ അമ്മയെ കണ്ട് അമ്മയൊരു നിമിഷം ഇങ്ങനെ കണ്ടെടുക്കാതെ നോക്കുവാണ്. എന്നിട്ട് സിത്താരയുടെ തോളിലിങ്ങനെ കൈവെക്കുവാണ്ടോ.
അന്നേരം കൃഷ്ണയെ കാണുന്നതും സിത്താര മോളെ എന്നും പറഞ്ഞ് അരികിലേക്ക് ഓടി ചെല്ലുക. ഈ സമയം അമ്മയെന്നും വിളിച്ച് സിത്താരയെ കെട്ടിപ്പിടിക്കുവാണ്ടോ കൃഷ്ണ. അന്നേരം സിത്താര പറയുന്നുണ്ട്, മോളെ നിൻ്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചിരുന്നു, നീ എടുത്തില്ല. നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ, നീ വന്നല്ലോ. അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ കൃഷ്ണയോട് സംസാരിക്കുമായിരിക്കും. ഈ സമയം കൃഷ്ണ പറയണേ, അമ്മ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്, അച്ഛനും ഉണ്ട്. അതേക്കുന്നതും സിത്താരയുടെ മുഖമൊക്കെ മാറുവാണ്. സിത്താര ദേഷ്യത്തിൽ പുറത്തേക്ക് ചെല്ലുവാണ് കേട്ടോ. ഈ സമയം അവിടെ നിൽക്കുന്ന തങ്കത്തിനെ കണ്ട് തങ്കത്തോട് പൊട്ടിത്തെറിക്കണേ, നീ എന്ത് ധൈര്യത്തിലാണ് ആ ശ്രീനിവാസനെയും കൂട്ടി എൻ്റെ മുമ്പിലേക്ക് വന്നത്? കൃഷ്ണയെ എനിക്കിഷ്ടം, അവളോട് എനിക്കൊരു സ്നേഹവും അനുകമ്പയും പരിഗണനയൊക്കെ ഉണ്ട്. പക്ഷെ നീ ഉണ്ടല്ലോ, നിന്നോട് എനിക്കതിൽ ലേശമില്ല. നീ എൻ്റെ ജീവിതം തകർത്തവളാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ തകർത്ത് കളഞ്ഞത്, കൂടെ നിന്ന് വഞ്ചിച്ച് കളഞ്ഞത്. എന്നിട്ടും എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ എൻ്റെ അരികിലേക്ക് വന്നത്? അന്നേരം തങ്കം പറയണേ, മാഡം ഞാൻ മാഡത്തോട് ഒരു കാര്യം പറയാനാണ് വന്നത്. ആ കാര്യം മാഡം കേൾക്കണം, എനിക്കൊന്നും കേൾക്കണ്ട. ആ സത്യം ഞാൻ മാഡത്തോട് പറയും, അത് പറയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. ഈ നിൽക്കുന്ന കൃഷ്ണയുണ്ടല്ലോ, ഇവളെ ഞാൻ പ്രസവിച്ചതല്ല. കൃഷ്ണയുടെ അമ്മ ഞാനല്ല, സിത്താര മാഡം തന്നെയാണ്. മാഡം പ്രസവിച്ച മകളാണ് കൃഷ്ണ. അന്ന് മാഡം കൃഷ്ണയെ പ്രസവിച്ച ദിവസം കൊല്ലാൻ വന്ന കൊലയാളികളിൽ നിന്നും കുഞ്ഞിനെ രക്ഷിച്ച് ശ്രീനിവാസൻ സാറ് എൻ്റെ കയ്യിൽ വളർത്താൻ ഏൽപ്പിക്കുമായിരുന്നു. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് എൻ്റെ കൃഷ്ണമോളെ വളർത്തി. ഒരു ദിവസം ശ്രീനിവാസൻ സാറ് തിരിച്ചു വരും. അന്ന് സാറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ തന്ന മോളെ പൊന്നുപോലെ തന്നെ തിരികെ ഏൽപ്പിക്കാനായിട്ട്. അതിനു മുമ്പ് ഞാൻ മരിച്ചു പോകുമെന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ദൈവം എനിക്ക് ജീവൻ നീട്ടിത്തന്നു. അത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരിക്കും. മാഡത്തിനെ കണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് മാഡത്തിൻ്റെ മകളെ മാഡത്തിന് തിരിച്ചേൽപ്പിക്കാൻ. അത് കേൾക്കുന്നതും സിത്താര പറയണേ, ഇത്രയും നാളും നീ എൻ്റെ മകളെ ഇത്രയും ത്യാഗം സഹിച്ച് നിൻ്റെ സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ച് നോക്കുമായിരുന്നു. അങ്ങനെയുള്ള നിന്നോടായിരുന്നല്ലോ ഇത്രയും നാൾ ഞാൻ പകയും പ്രതികാരമൊക്കെ വെച്ച് പുലർത്തിയത്. അങ്ങനെ സിത്താരയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുന്നതും സന്തോഷത്തോടെ നിൽക്കുവാണ്ടോ തങ്കം. ഈ സമയം സിത്താര ചിരിച്ചുകൊണ്ട് ചോദിക്കണേ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെന്നാണോ നീ വിചാരിച്ചത്? ഓരോ കള്ളക്കഥയുമായിട്ട് നീ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? അല്ല, ആരുടെയാണോ ഈ ഐഡിയ? അയാളുടെയാണോ? ആ ശ്രീനിവാസൻ്റെ? അയാൾ ഈ നാടകം കളിക്കാൻ നിന്നെ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് പുറത്ത് നിൽക്കുവാണോ? എങ്കിലേ അയാളോട് ചെന്ന് പറഞ്ഞേക്ക്, അയാളുടെ ഈ വക കള്ള നാടകമൊന്നും സിത്താരയുടെ അടുത്ത് വേണ്ടെന്ന്. നീ നിൽക്കുന്ന കൃഷ്ണയുണ്ടല്ലോ, അത് നിനക്കും അയാൾക്കും ജനിച്ച കുഞ്ഞു തന്നെയാ. അതിലെനിക്ക് ഒരു സംശയമില്ല. മേഡം എന്താ പറയുന്നത്? സത്യം അതല്ല. മേഡത്തിൻ്റെ തെറ്റിദ്ധാരണകൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചതാ. എനിക്കും ശ്രീനിവാസൻ സാറിനും ഒരിക്കലും മേഡത്തെ അങ്ങനെ ചതിക്കാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. നീ എന്തൊക്കെ തന്നെ പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാലും ശരി, ഞാനിതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. കൃഷ്ണേ, എനിക്ക് നിന്നോടൊരു പരിഗണനയുണ്ട്. പക്ഷേ ഈ നിൽക്കുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇവളെ ഞാൻ സ്വന്തം സഹോദരിയെ പോലെ കണ്ടതാ. കൂടെ നിന്ന് എന്നെ ചതിച്ചതാ ഇവർ. ഇപ്പോൾ എന്നെ ചതിക്കുന്നത് പോലെ അവർ രണ്ടുപേരും കൂടി മോളെ ചതിക്കാൻ നോക്കുവാണ്. മോളതിലൊന്നും വിശ്വസിക്കരുത്. ഇവരുടെ ചതിയിൽ വീണു പോവുകയും ചെയ്യരുത്. നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ നിൽക്കണ്ട. ഇതുപോലുള്ള കള്ളക്കഥയും പറഞ്ഞുകൊണ്ട് മേലാൽ നീയോ അയാളോ ഈ വീടിൻ്റെ മുറ്റത്തേക്ക് പോലും വന്നു പോകരുത്. മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് പൊക്കോണം. അന്നേരം തങ്കമാണെങ്കിൽ കൃഷ്ണയെ വിളിക്കുക, വാ മോളെ നമുക്കിവിടുന്ന് പോകാം. അങ്ങനെ പറഞ്ഞ് കൃഷ്ണയും കൂട്ടി തങ്ക അവിടെ നിന്നും പോകുവാണ്. ഈ സമയം അവർ തിരിച്ചു വരുന്നതുകൊണ്ട് ശ്രീനിവാസൻ ചോദിക്കണേ, എന്തായി? സത്യങ്ങളൊക്കെ സിത്താരയോട് പറഞ്ഞോ? ഞാനെല്ലാം പറഞ്ഞു സാർ. പക്ഷേ സിത്താര മാഡം അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഞാനതൊക്കെ കള്ളം പറഞ്ഞതാണെന്നാണ് മാഡം വിശ്വസിക്കുന്നത്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എൻ്റെ ശാന്തി? നമ്മൾ മുമ്പ് കണ്ട സിത്താരയല്ലേ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. എനിക്കുറപ്പായിരുന്നു സിത്താരയുടെ പ്രതികരണം ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന്. അതാ ഞാൻ വരാഞ്ഞത്. അല്ല, എന്നിട്ട് എന്താ അയാൾ പറയുന്നത്? ഇതെല്ലാം നമ്മൾ കളിക്കുന്ന നാടകമാണെന്ന്. സാറ് പറഞ്ഞത് പ്രകാരം ഞാൻ ഇങ്ങനൊരു കഥയുമായിട്ട് മാഡത്തിന് മുമ്പിൽ ചെന്നതെന്നാണ് പറഞ്ഞത്. ഇനി എന്താണെങ്കിലും ഞാനില്ല. ഒരമ്മയോട് പറയാവുന്നതിൻ്റെ ഏറ്റവും വലിയ സത്യം പറഞ്ഞത്. അത് പറഞ്ഞിട്ടും സിത്താര മാഡം വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്നേരം ശ്രീനിവാസ് പറയണേ, ശാന്തി നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, സിത്താര ഇവളെ പ്രസവിച്ചെങ്കിലും ഇവൾ ഇത്രയും നന്നായി വളർത്തി വലുതാക്കിയത് നീയല്ലേ. ഇവൾ അമ്മയെപ്പോലെ കരുതി സ്നേഹിക്കുന്നതും നിന്നെയല്ലേ. ഇനി സിത്താര എന്ന അധ്യായം നമ്മുടെ ജീവിതത്തിൽ ഇനി വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. അന്നേരം കൃഷ്ണൻ പറയുന്നുണ്ട്, അതെ അമ്മേ, എന്നെ പ്രസവിച്ചത് ആരും ആയിക്കോട്ടെ, എന്നെ വളർത്തിയതും അമ്മയുടെ സ്നേഹം തന്നതും എൻ്റെ അമ്മയാണ്. എൻ്റെ മനസ്സിലെന്നും അതാണ് മായാതെ ഉണ്ടാവുന്നത്. എനിക്ക് എൻ്റെ അമ്മയെ മാത്രം മതി. അമ്മ വാ. അങ്ങനെ പറഞ്ഞ് അവർ മൂന്നുപേരും കൂടി അവിടെ നിന്നും തിരിക്കുവാണ്. ഈ സമയം സിനി സിത്താരയോട് പറയണേ, സിത്താര മാഡം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, മാഡത്തിന് ദേഷ്യമൊന്നും തോന്നരുത്. എന്താ? സിനി പറയൂ. അത് ചിലപ്പോൾ ആ സ്ത്രീ അവർ പറഞ്ഞത് സത്യമായിരിക്കൂടെ? സിത്താര മാഡത്തിൻ്റെ മകൾ തന്നെ ആയിക്കൂടെ കൃഷ്ണ? ഏതെങ്കിലും ഒരമ്മ മകളെക്കുറിച്ച് ഇങ്ങനൊരു കാര്യത്തിൽ കള്ളം പറയുമോ? അവർ പ്രസവിച്ചത് താനല്ല എന്ന് വിളിച്ചു പറയുമോ? മാത്രമല്ല ഗാഥ മാഡവും കൃഷ്ണയും കാണാൻ ഒരുപോലെയല്ലേ?
അതിന് കാരണം രണ്ടുപേരും മേഡം പ്രസവിച്ച മക്കളായതുകൊണ്ടായിരിക്കുമല്ലേ? അന്നേരം സിത്താര ചോദിക്കണേ, സിനി ആരെങ്കിലും കൂടെ നിന്ന് ചതിച്ചിട്ടുണ്ടോ? ആത്മാവ് കൊടുത്തവർ കൂടെ നിന്ന് ചതിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്രയാണെന്ന് സിനി അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചു തരാം. ഞാൻ അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് ഉത്തരവില്ലായിരുന്നു. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നാളും കൃഷ്ണയും കുട്ടി പലതവണ തങ്കം എൻ്റെ മുമ്പിൽ വന്നിട്ടില്ലേ? അപ്പോഴൊന്നും തങ്ക എന്തുകൊണ്ടാണ് ഈ വിവരം എന്നോട് പറയാഞ്ഞത്? കൃഷ്ണൻ്റെ മോളാണെന്ന് എന്തുകൊണ്ട് അപ്പം പറഞ്ഞില്ല? ഇപ്പോൾ ശ്രീനിവാസ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല മാഡം. പക്ഷേ ഇങ്ങനൊരു കള്ളം പറയേണ്ടതിൻ്റെ ആവശ്യം എന്താ അവർക്കുള്ളത്? അന്നേരം സിത്താര പറയണേ, പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ സിത്താരയ്ക്കിപ്പോൾ ആവശ്യത്തിലൊരു സ്വത്തുണ്ട്. അതൊന്നും കൊണ്ട് അയാൾക്ക് സഹിക്കുന്നുണ്ടാവില്ല. എൻ്റെ ജീവിതം തകർക്കണം, ആരെങ്കിലും ഒരാളെ എൻ്റെ മകളാണെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിലേക്ക് വിട്ടു കഴിഞ്ഞാൽ എൻ്റെ സ്വത്തിൻ്റെ അവകാശം അവർക്കും കൂടി കിട്ടുമല്ലോ. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ശ്രീനിവാസ് എനിക്കെതിരെ കാള് തുടങ്ങിക്കഴിഞ്ഞു. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി സൂക്ഷിച്ചു വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ്ടോ സിത്താര. പിന്നീട് കാണിക്കുന്നത് സെൽവനും കൂട്ടരും കൂടി സംസാരിക്കുന്നതാണ്. എന്നാലും സെൽവണ്ണ, ഇനി അവളെ എവിടെ പോയി തിരയാനാണ്? അവളെ തിരയാൻ തന്നാലേ ഇനിയും നമുക്ക് വീണ്ടും ഇതുപോലുള്ള പണികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അന്നേരം സെൽവൻ പറയണേ, ആ ഗ്രാമത്തിൽ വെച്ച് അവളെ കണ്ടപ്പോൾ അവൾ ഇത്രയും വലിയ സംഭവമാണെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അവളുടെ മട്ടും ഭാവമൊക്കെ മാറി. ശരിയാ, ഓരോ സമയം ഓരോ വേഷത്തിലല്ലേ അവളെ കാണുന്നത്. എന്നാലും മൂർത്തി സാറിനോട് ഇനി എന്ത് പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളാണെങ്കിൽ ഡേറ്റും പോയില്ലേ എന്നും പറഞ്ഞ് ടെൻഷനിൽ നിൽക്കുവാണ്ടോ സെൽവൻ. അന്നേരം ഒരിക്കലും മൂർത്തി വിളിക്കുന്നത്, സെൽവ, നീ ഇപ്പോഴും അവരെ അന്വേഷിച്ച് നടക്കുവാണോ? അതെ സാറേ. എന്നാലേ ശ്രീനിവാസ സാറ് അവിടെ നിന്നും തിരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ നാട്ടിലേക്ക് എത്തുമെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ അവർ ആ കൽക്കരി പാലമില്ലേ, അത് കഴിഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും അവർ ഈ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നേരെ ഇരുട്ടാൻ തുടങ്ങും. ആ ചുരത്തിൻ്റെ ഇടവച്ചില്ലേ, നീ അവർ സഞ്ചരിക്കുന്ന കാറ് ആക്സിഡൻറ്റിലാക്കണം. വല്ല കൊക്കയിൽ വീണോ മറിഞ്ഞോ ചത്തോളും. അതാവുമ്പോൾ ആർക്കും ഒരു സംശയം തോന്നില്ല. 3 പൊടി പോലും കിട്ടാൻ പാടില്ല. സാറേ, ഇക്കാര്യം ഞാൻ ഏറ്റു. വളയം പിടിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ മുമ്പിൽ വരുന്നതൊന്നും ഈ സെൽവത്തെ പേടിപ്പിക്കാറില്ല. അതുകൊണ്ട് അവർ തിരിച്ച് ആ നാട്ടിലെത്തില്ല. അതിനു മുമ്പേ ചുരം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 3 ഞാൻ തീർത്തിരിക്കും. സാർ ധൈര്യമായിട്ടിരുന്നോ? അങ്ങനെ പറഞ്ഞ് മൂർത്തിക്ക് വാക്ക് കൊടുക്കുന്ന സെൽവത്തെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്